ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം പല തലങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ഇപ്പോൾ. അമേരിക്ക കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത് 48 മണിക്കൂർ ട്രംപിന്റെ മുന്നറിയിപ്പാണ്. ഇതിനകം ഹോർമുസ് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നാണ് ഇറാന്റെ. ഇതിനുള്ള മറുപടിയായി ഇപ്പോൾ ഇറാൻ പറയുന്നത് കുടിവെള്ളത്തിലും ആക്രമണമുണ്ടാകുമെന്നുള്ളതാണ്. വൈദ്യുതി നിലയങ്ങൾ തകർത്താൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കുടിവെള്ളം മുട്ടിക്കുമെന്നാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണി. കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെയും ഇസ്രായേലിലെയും ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് ഏറ്റവും പുതിയ ഭീഷണി. UAE തലസ്ഥാനത്തെ ലക്ഷ്യമാക്കി വന്ന ഇറാന്റെ ബലിസ്റ്റിക് മിസൈലിനെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെന്ന വിവരവും പുറത്തുവരുന്നു. ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു ഇന്ത്യൻ പൗരന് നിസ്സാരമായി പരിക്കേറ്റതായും അബുദാബി അറിയിച്ചിട്ടുണ്ട്. അബുദാബിയിലെ അൽ ഷവാമക് മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് വലിയ ആശങ്കയും പരിഭ്രാന്തിയും മറ്റും അവിടെ ഉണ്ടാക്കിയ പശ്ചാത്തലമുണ്ട്. ഈ കുടിവെള്ളത്തിൽ കൂടി ഇപ്പോൾ നമുക്കറിയാം ഓയിലുമായി ബന്ധപ്പെട്ട ആക്രമണം നടക്കുന്നുണ്ട്, ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നുണ്ട്, മറ്റു വളരെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ കുടിവെള്ള ഭീഷണിയിലും കുടിവെള്ളവുമായി ബന്ധപ്പെട്ടും ഭീഷണി ഉണ്ടാകുന്നത് എന്ന് ഏറ്റവും പ്രധാനമാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ പല തലങ്ങളുണ്ട്. ഹോർമുസ് തുറക്കണമെന്നാണ്, എത്രയും പെട്ടെന്ന് തുറക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ആ 48 മണിക്കൂർ കഴിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിലാണ് ഇത്തരമൊരു ഭീഷണി ഇറാന്റെ ഭാഗത്ത് നിന്ന്. അത് വേണമെങ്കിൽ സംഭവിക്കാം, കാരണം ഗൾഫ് രാജ്യങ്ങളെ തുടർച്ചയായി ഇറാൻ ആക്രമിക്കുന്നുണ്ട്. ട്രംപ് പറഞ്ഞ 48 മണിക്കൂർ തീരാൻ ഇനി 24 മണിക്കൂറിൽ താഴെ മാത്രമേ സമയം ബാക്കിയുള്ളൂ. നാളെ ഏതാണ്ട് ഇന്ത്യൻ സമയം ഏതാണ്ട് 5 മണിയോട് അടുക്കുമ്പോൾ ട്രംപ് പറഞ്ഞ ആ സമയപരിധി അവസാനിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പുതിയ നീക്കങ്ങൾ നിർണായകമായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ ഈ ഒരു യുദ്ധത്തിൽ 3 കക്ഷികൾ മാത്രമേ പങ്കാളികളായിരുന്നുള്ളൂ. അതായത് US, ഇസ്രായേൽ, ഇറാൻ. ഇതിലൊരു 4ാമത്തെ കക്ഷി കൂടി കടന്നു വരാൻ സാധ്യതയുണ്ട്. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം UK-യുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള കീർ സ്റ്റാർമറുമായിട്ട് അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയായതായിട്ടാണ് സൂചന. ഇതിൽ കീർ സ്റ്റാർമറും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഒരേപോലെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര ഈ കപ്പൽ ഗതാഗതത്തിന് അനിവാര്യമായ ഒരു പാതയാണ്. അപ്പോൾ ഇതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് അത് തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണെന്നും ഇരു രാഷ്ട്ര നേതാക്കളും സമ്മതിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, UK ഇതിനു മുൻപേ അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ അതുപോലെ തന്നെ ആയുധങ്ങൾ അതെല്ലാം UK-യുടെ സൈനിക ബേസുകളിൽ സൂക്ഷിക്കാനുള്ള അനുമതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോർമുസിന്റെ സുരക്ഷ അതിനുവേണ്ടി UK കൂടി രംഗപ്രവേശനം ചെയ്യുന്നതോടെ ഈ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. ഇതിനു മുൻപേ UK-യുടെ സൈനിക ബേസ് ആയിട്ടുള്ള സൈപ്രസിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ അന്ന് തന്നെ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള പ്രകോപനം ഇറാന് നേരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുവരെ ഒന്നും UK നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ആദ്യം ട്രംപ് ഈ ഹോർമുസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കപ്പലുകൾ അതുപോലെ തന്നെ മറ്റ് യുദ്ധോപകരണങ്ങളെല്ലാം വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ UK ഈ ആവശ്യം നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും അമേരിക്കയുടെ ആവശ്യത്തിന് അവർ വഴങ്ങുന്നു എന്നാണ് സൂചന. അപ്പോൾ നാളെ ആ 24 മണിക്കൂർ ട്രംപ് പറഞ്ഞ ആ 48 മണിക്കൂർ അവസാനിക്കുമ്പോൾ UK-യുമായി ചേർന്ന് ഒരു സൈനിക നീക്കത്തിന് US മുതിരുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ UK-യുടെ പങ്കാളിത്തം US നേടാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനയുള്ളത് UK-യുടെ കൈവശമാണ്. അത് ചരിത്രപരമായി തന്നെ അങ്ങനെയാണ്. ഈ കടലിൽ യുദ്ധം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വളരെ അത്യാധുനികമായിട്ടുള്ള മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത മോഡേൺ വെപ്പൺസ് UK-യുടെ കയ്യിലുണ്ട്. അപ്പോൾ ഹോർമുസിന്റെ സുരക്ഷയ്ക്ക് UK-യും ഒപ്പം കൂട്ടി US മുന്നോട്ട് നീങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആശങ്കയുമുണ്ട്. അതേസമയം ഇറാന്റെ ഭീഷണികൾ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്കാണ് നീങ്ങുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ 48 മണിക്കൂറിനകം ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാനകത്തുള്ള പവർ പ്ലാന്റുകൾ ആക്രമിക്കുമെന്നാണ് US മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തർക്കം രൂക്ഷമായ പശ്ചാത്തലമുണ്ട്. ഇറാനെതിരെ രംഗത്ത് വരുന്ന 48 മണിക്കൂർ നാളെ കൊണ്ട് അജയ് ആ സമയം ഏതാണ്ട് അവസാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ കടലിലേക്ക് തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഗുരുതരമായ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. പശ്ചിമേഷ്യ സംഘർഷങ്ങളിൽ അമേരിക്ക ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപിന്റെ ഈ കർശനമായ നിലപാട് കൂടി വരുന്നത്. അമേരിക്കയ്ക്കുള്ളിലുള്ള രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെയും രൂക്ഷ വിമർശനം ട്രംപ് ഉന്നയിക്കുന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. ഇനിയും അമേരിക്കയുടെ അടുത്ത ശത്രു ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യൽ അടക്കം കുറിച്ച പശ്ചാത്തലമുണ്ടാകുന്നത്. അത് നിർണായകമായ ഒന്നാണ്. മറ്റൊന്ന്,
ഈ പല ലോകരാജ്യങ്ങളുടെയും സഹായം ട്രംപ് തേടിയിട്ടുണ്ട് ഹോർമുസ് നിയന്ത്രണത്തിലെത്തിക്കാൻ. ഇറാൻ പറയുന്നത് തങ്ങൾ ആകെ അവിടെ നിയന്ത്രിച്ചിട്ടുള്ളത് അമേരിക്കയെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളെ മാത്രമാണ്, മറ്റാർക്കും നിയന്ത്രണമില്ല, തുറന്നു കിടക്കുകയാണ് എന്ന് തുടർച്ചയായി പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അപ്പോൾ ഇനിയുള്ള ട്രംപിൻ്റെ നീക്കം, ഈ 48 മണിക്കൂറിന് ശേഷം എന്തായിരിക്കും ട്രംപ് നീക്കം നടത്തുക എന്നുള്ളതാണല്ലോ ഇനി കാത്തിരിക്കേണ്ടത്. അജയ്, അത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ടല്ലോ. ഇറാന്റെ ഈ കാര്യത്തിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അവരുടെ ഒരു ഭീഷണി എന്ന് പറയുന്നത്, അവർ മുൻപും സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോ അമേരിക്കയോട് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിന് വേണ്ടി ഇറാനിനകത്തുള്ള പവർ പ്ലാന്റുകൾ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ ചെയ്യാൻ പോകുന്നത് അറേബ്യൻ രാജ്യങ്ങളിലെയും അതുപോലെ തന്നെ ഇസ്രായേലിലെയും കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾ ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ കുടിവെള്ളം അത് വളരെയധികം ഒരു ദൗർലഭ്യം നേരിടുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ കൂടുതലായി അവിടെ കുടിവെള്ളം ഉപയോഗത്തിനെടുക്കുന്നത്, ഇപ്പോ നിരവധി ജനങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലേക്കും കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ചെടുക്കുന്ന ഈ ശുദ്ധജല സംഭരണ കേന്ദ്രങ്ങൾ വഴിയാണ്. അപ്പോൾ ഇവിടങ്ങളിൽ ആക്രമണം നടത്തിയാൽ അത് വലിയ തോതിൽ തന്നെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കും. അപ്പോൾ ഇത് അവർ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ഭീഷണിയാണ്. രണ്ടാമത്തെ ഭീഷണി എന്ന് പറയുന്നത് അത് ലോകരാജ്യങ്ങളെ, ഇന്ത്യ അടക്കം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് ഇറാൻ പറയുന്നത് ഹോർമുസ് കടലെടുക്ക് ഇതുവരെ പൂർണ്ണമായി അടച്ചിട്ടില്ല. ഇപ്പോൾ അത് അടച്ചിട്ടുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമാണ്. മറ്റ് ലോകരാജ്യങ്ങൾക്ക് ഇതുവഴി ഇറാന്റെ കൃത്യമായിട്ടുള്ള പെർമിഷൻ എടുത്തുകൊണ്ട് ഇതുവഴി കപ്പൽ ഗതാഗതം നടത്താം, അതിന് ഇറാന്റെ അനുമതി ഉണ്ടാകും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അമേരിക്ക ഇറാന്റെ പവർ പ്ലാന്റുകൾ ആക്രമിക്കുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുപൂട്ടും എന്നതാണ് ഇറാന്റെ മറ്റൊരു ഭീഷണി എന്ന് പറയുന്നത്. ഇത് ഇന്ത്യക്ക് ഉൾപ്പെടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോ ഇന്ത്യയുടെ കുറച്ച് കപ്പലുകൾ ഇറാന്റെ അനുമതിയോടെ അത് ഹോർമുസ് കടന്ന് അത് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇപ്പോ എന്തായാലും നമ്മുടെ രാജ്യം ഇപ്പോഴും വളരെ കടുത്ത രീതിയിലുള്ള ഒരു ഇന്ധന പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അടിയന്തര മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചാൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക്, ഇനിയും ഇന്ത്യയിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ആ കപ്പലുകൾക്ക് ഒരു മാർഗതടസ്സം പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടാകും. അത് ഇന്ത്യയെ മാത്രമായിരിക്കില്ല, ഏഷ്യൻ രാജ്യങ്ങളെ ഒട്ടാകെ വലിയൊരു ക്ഷാമത്തിലേക്കായിരിക്കും തള്ളിവിടുക. ഇന്നലെ ഞായറാഴ്ച കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോഴുള്ള ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഏഷ്യൻ മാർക്കറ്റ് വളരെ ഷാർപ്ലി താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. ക്രൂഡ് ഓയിലിന്റെ വില ഇടയ്ക്കൊന്ന് ആശ്വാസം ഉണ്ടായിരുന്നു, അത് വീണ്ടും മാറി ഇന്നത്തെ ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത വർക്കിംഗ് ഡേയിലേക്ക് വരുമ്പോൾ $111.25 പെർ ബാരൽ എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കടുത്ത രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ സാമ്പത്തിക മേഖലയിലാണെങ്കിലും ഇപ്പോ ഊർജ്ജ മേഖലയിലാണെങ്കിലും ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ അമേരിക്ക ഇനി അടുത്ത ഒരു 24 മണിക്കൂറിന് താഴെയുള്ള സമയം കൂടി കഴിഞ്ഞ് ഇറാനെതിരെ എന്തെങ്കിലും സൈനിക നടപടി കടുത്ത രീതിയിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഇത്ര വലിയൊരു നീക്കത്തിലേക്ക് ഇറാൻ പോകുമോ? അത് ഒരുപക്ഷെ പശ്ചിമേഷ്യയും അതുപോലെ US-നെയും മാത്രമായിരിക്കില്ല മോശമായി ബാധിക്കുക, ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി അത് വലിയൊരു പ്രത്യാഘാതത്തിലേക്ക്, വലിയൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയുമുണ്ട്. തീർച്ചയായും അതാണ് ഈ ഇറാന്റെ അതിലുള്ള മറുപടി. ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ്. IRGC ഇതുമായി ബന്ധപ്പെട്ട് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്ക തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും അടയ്ക്കും. ഇറാന്റെ ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കുള്ള മറുപടിയാണ് ഇത്. തകർക്കപ്പെടുന്ന ഊർജ്ജ നിലയങ്ങൾ പുനർനിർമ്മിക്കുന്നത് വരെ കടലെടുക്ക് തുറക്കില്ല എന്നും ഇറാന്റെ സൈനിക കമാൻഡർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. 48 മണിക്കൂറിനകം ഈ നിർണായക കപ്പൽപ്പാത തുറന്നില്ലെങ്കിൽ ഊർജ്ജ സംവിധാനങ്ങൾ തകർക്കുമെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ അന്ത്യശാസ്ത്രത്തിന് മറുപടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ഇത് ഇറാൻ പറയുന്നത് ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് സത്യമാണ്. ഇതിനകം തന്നെ ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഊർജ്ജ വാർത്താവിനിമയ മേഖലകളെയും അമേരിക്കൻ സൈനിക താവളങ്ങളെയും മറ്റ് പ്രാദേശിക രാജ്യങ്ങളിലെ സംവിധാനങ്ങളെയും ലക്ഷ്യം വെക്കുമെന്നുള്ള മുന്നറിയിപ്പും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഈ ഇറാന്റെ ആ ഒരു ഭീഷണി വലിയ തോതിൽ ആ മേഖലയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അത് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാതകളിലൊന്നാണ് ഹോർമുസ്. ലോകത്തെ ആകെ എണ്ണയുടെയും LNGയുടെയും ഏകദേശം 20% ഈ പാതയിലൂടെ കടന്നു പോകുന്നു. എന്നാൽ യുദ്ധം ആരംഭിച്ചതോടെ ഇവിടുത്തെ കപ്പൽ ഗതാഗതം
ഗതാഗതം കുത്തനെ ഇടിയുന്ന പശ്ചാത്തലമുണ്ടാവുകയാണ്. കപ്പൽ ഗതാഗത ഡേറ്റാ സ്ഥാപനമായ കെപ്ലറുടെ കണക്കുകൾ പ്രകാരം സാധാരണ നിലയിലുള്ള ഗതാഗതത്തിൻ്റെ വെറും 5% മാത്രമാണ് ഇപ്പോൾ ഈ കടലിടുക്കിലൂടെ കടന്നു പോകുന്നത്. ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പോകുന്ന കപ്പലുകളെ ഇറാനിയൻ സൈന്യം ലക്ഷ്യം വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമാണ് ഇതിനകം അതിലൂടെ കടന്നുപോയത് എന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. കപ്പലുകൾക്ക് മേൽ ടോൾ ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള പുതിയ നിയന്ത്രണങ്ങളും ഇറാൻ പരിഗണിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. F-15 വിമാനം ഇറാൻ തകർത്തുവന്ന അവകാശവാദം പൂർണ്ണമായും US തള്ളുകയാണ്. ഇത്തരത്തിൽ പരക്കുന്ന വാദങ്ങൾ തെറ്റാണെന്നും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ 8000-ലേറെ പോർ വിമാനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് എന്നും അവയിൽ ഒന്നുപോലും ഇറാൻ വെടിവെച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് പറഞ്ഞു വെക്കുന്നത്. അജയ്, ഇന്നലെ അത് വലിയൊരു വാർത്തയായിരുന്നു. അമേരിക്കയുടെ കുന്തമുന എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന F-35 വിമാനങ്ങൾ നേരത്തെ ഒരെണ്ണം തകർക്കപ്പെട്ടു, F-15 തകർക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നു. F-35ൻ്റെ കാര്യം അമേരിക്ക സമ്മതിച്ചു, തകർക്കപ്പെട്ടിരുന്നു എന്നല്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പൈലറ്റ് സുരക്ഷിതനാണ്, വിമാനത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ F-15ൻ്റെ കാര്യത്തിൽ മറിച്ചുള്ള അഭിപ്രായമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ്. ഈ ഒരു കാര്യത്തിൽ അമേരിക്കയുടെ പല യുദ്ധവിമാനങ്ങൾ അതുപോലെ തന്നെ ഇപ്പോ അവരുടെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ട്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കാത്ത ഒരു നിലപാടാണ് അമേരിക്ക ആദ്യം മുതൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇപ്പോ അവരുടെ F-35 വിമാനം അത് തകർന്നു വീണത്, അത് ഇപ്പോ പശ്ചിമേഷ്യയിൽ അത് തകർന്നു വീണത് അത് വലിയ വാർത്തയായിരുന്നു. വിമാനത്തിന് തീപിടുത്തം ഉണ്ടായി, അത് പെട്ടെന്ന് തന്നെ നിലത്തേക്ക് ഇറക്കേണ്ടി വരികയായിരുന്നു. അതിന്റെ പൈലറ്റ് സുരക്ഷിതനാണ് എന്നുള്ള വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇത്ര വലിയ ഒരു നാശനഷ്ടം അവർക്ക് ഒരു F-35ന്റെ നഷ്ടത്തോടെ ഉണ്ടായ ഒരു F-35ന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് $100 മില്യൺ വരും. അപ്പോൾ ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത് അത് വ്യാപകമായ വിമർശനം അമേരിക്കക്കെതിരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾക്ക് നേരെയുള്ള വെടിവയ്പ്പുകൾ, അതുപോലെ എബ്രഹാം ലിങ്കൺ ഈ വിമാനവാഹിനി കപ്പലിന് നേരെയുള്ള ആക്രമണം, ഇതെല്ലാം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദങ്ങളാണ്. ഇതിന് തെളിവായിട്ട് ചില കപ്പലുകളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇറാൻ പുറത്തുവിടുകയുണ്ടായി. ഇതിന് മറുപടിയായിട്ട് ട്രംപ് എന്ന് പറഞ്ഞത് ഇത്തരം ദൃശ്യങ്ങളെല്ലാം AI ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ സൃഷ്ടിക്കുകയാണ്. ഇറാൻ മാനിപ്പുലേഷനിലൂടെ ആളുകളെ കയ്യിലെടുക്കാൻ ചില പോപ്പുലർ മീഡിയകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുൾപ്പെടെ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും വാൾ സ്ട്രീറ്റ് ജേർണലിനെതിരെ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവർ വ്യാജ വാർത്തകളാണ് പങ്കുവയ്ക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അമേരിക്കക്കെതിരെയുള്ള ആക്രമണത്തിന്റെ വാർത്തകൾ എല്ലാം വ്യാജമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയാണ്, ഒരു നീക്കമാണ് ട്രംപ് ഇപ്പോ പതിവായി സ്വീകരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ F-35 വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും അടുത്ത് സംഭവിച്ചതാണ്. അവരുടെ മറ്റൊരു യുദ്ധവിമാനം തകർന്ന് 6 സൈനികരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഇറാഖിനകത്ത് വെച്ച് സംഭവിച്ചതാണ്. അത് അവിടെയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് ഈ ആക്രമണം നടത്തിയത്. ആദ്യം അത് അമേരിക്ക സ്ഥിരീകരിച്ചിരുന്നില്ല. ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണം ഈ വിമാനം തകർന്നു വീണു എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഈ സൈനികർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ സൈനികർ 6 പേരും കൊല്ലപ്പെട്ടെന്നുള്ള വാർത്ത അമേരിക്കയ്ക്ക് പിന്നീട് സ്ഥിരീകരിക്കേണ്ടി വന്നിരുന്നു. ഇത്തരത്തിലൊരു ആക്രമണം നടന്നു എന്നുള്ളതും അവർക്ക് പിന്നീട് സമ്മതിക്കേണ്ടി വന്ന അവസ്ഥയുണ്ട്. അത് മാത്രമല്ല ഇപ്പോഴുള്ള F-35ന്റെ നാശം, അങ്ങനെയുള്ള പല നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഒരു വ്യാപകമായിട്ടുള്ള നാശനഷ്ടമല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള തിരിച്ചടികളെങ്കിലും അമേരിക്കയ്ക്ക് പല ഘട്ടങ്ങളിലായി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. തീർച്ചയായും അജയ്, ഇപ്പോൾ മറ്റൊരു വാർത്ത അജയ് പുറത്തു വരുന്നത് രസകരമായ കൗതുകം ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ട്രംപിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. US വ്യോമസേന വിമാനത്തിൽ നിന്ന് ട്രംപ് പടികൾ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വീഡിയോ, അതിൽ സമൂഹ മാധ്യമങ്ങളിൽ അത് പ്രചരിക്കുന്നുണ്ട്. കാരണം ട്രംപിന് എന്തോ ഒരു വേച്ച് ട്രംപ് വീഴുന്നു എന്നൊക്കെ ഉള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ആളുകൾ കമൻറ്റുകളും മറ്റും വരുന്നത്. വീർത്ത കണങ്കാലുകൾ, ചർമ്മത്തിൻ്റെ നിറത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയവ നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിലെത്തിയ ട്രംപിൻ്റെ വീഡിയോ പല പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ചിലർ പടികൾ ഇറങ്ങുന്നതിലെ ബുദ്ധിമുട്ട് അടക്കം കാണിക്കുന്നുണ്ട്. മറ്റു ചിലർ കമൻറ്റുകളെ അതിശയോക്തിയാണെന്ന് തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ട്രംപിൻ്റെ എതിരാളികൾ വ്യാപകമായി ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിടിച്ച് വിമാനത്തിൻ്റെ പടികൾ ഇറങ്ങി വരുന്ന ട്രംപ്, ഒപ്പം പലപ്പോഴും പല മീറ്റിങ്ങുകളിലും ഉറങ്ങുന്ന ട്രംപ്, കൃത്യമായി ഇപ്പോൾ പഴയതുപോലെ തന്നെ കുറച്ചുകൂടി പഴയ ട്രംപിൻ്റെയൊക്കെ സംസാരമൊക്കെ കുറച്ചുകൂടി ദൃഢമായ സംസാരങ്ങളായിരുന്നു. അവിടെ നിന്ന് പുറകോട്ട് പോയ അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അജയ്, ട്രംപ് വളരെ പ്രായമുള്ള ആളാണ്.
നമുക്കറിയാം ആരോഗ്യവാൻ ആണ് എന്ന് പലപ്പോഴും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളും മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളതായി മനസ്സിലാകുന്നുമില്ല അല്ലേ? വൈറ്റ് ഹൗസ് ഇതുവരെ അത്തരം വാദങ്ങളെല്ലാം തള്ളിക്കളയുന്ന ഒരു നിലപാടുകളാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇതിനു മുൻപ് തന്നെ ഒരു വ്യാപക പ്രചാരണം ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി ഉണ്ടായിരുന്നു. ട്രംപ് ഉടൻ മരണപ്പെടും എന്ന് വരെ ഒരു ഡോക്ടർ പ്രവചിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ വന്നിരുന്നു. അപ്പോൾ അത്തരം വീഡിയോകൾ, ട്രംപിന്റെ ഇത്തരം ഈ ഒരു വെച്ചുള്ള നടത്തം, അതുപോലെ തന്നെ വിമാനത്തിൽ നിന്ന് വീഴാൻ പോയ, വ്യോമസേനയുടെ വിമാനത്തിൽ നിന്ന് വീഴാൻ പോയ ഈ സംഭവം ഉൾപ്പെടെ എടുത്തു വെച്ചിട്ടുള്ള പലതരം, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പല ഇൻഫ്ലുവൻസേഴ്സും ഇതെല്ലാം ഡീകോഡ് ചെയ്ത് ട്രംപിന് ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് തലച്ചോറിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ, പക്ഷാഘാതമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള ഒരു റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പുതിയ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ട്രംപിന് സ്വാഭാവികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ 79 വയസ്സുണ്ട്. അദ്ദേഹം അധികാര പരിധി കഴിഞ്ഞ് അദ്ദേഹം US പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതോടെ US-ലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള ഒരു റെക്കോർഡ് കൂടി ട്രംപിന് വരും. അദ്ദേഹത്തിന്റെ മുൻപേ ഉള്ള ജോ ബൈഡന്റെ റെക്കോർഡ് തകർത്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഈ റെക്കോർഡ് വരിക. അപ്പോൾ എന്തായാലും ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു പാട്, അത് ഉൾപ്പെടെ അതിന്റെ ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നാൽ വൈറ്റ് ഹൗസ് പലപ്പോഴും മേക്കപ്പ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പരമാവധി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ പ്രധാനമായിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് അമേരിക്ക കടന്നു പോകുന്നത്. ഇറാനുമായിട്ടുള്ള ഈ സംഘർഷമുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ട്രംപിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വാർത്ത അത് പുറം ലോകം അറിയുകയാണെങ്കിൽ അത് വലിയൊരു രീതിയിലുള്ള തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ രാഷ്ട്രീയമായി മാത്രമാകില്ല, സാമ്പത്തികമായി ഉൾപ്പെടെ വലിയൊരു പ്രശ്നം അമേരിക്ക നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ഹൗസ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഇതെല്ലാം ഉടനടി നിഷേധിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് തന്നെയാണ് അവർ ഇക്കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായി ട്രംപിന്റെ ഭാഗത്തു നിന്നോ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നോ ഇത്തരം വിവരങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ട്രംപ് ആവർത്തിച്ച് ഇക്കാര്യങ്ങൾ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതാണ് സാഹചര്യം. അതേസമയം നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും മറ്റൊരു പ്രഖ്യാപിത ശത്രു എന്ന് പറയുന്നത് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയാണ്. മൊജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. റഷ്യയിൽ ചികിത്സയാണ് എന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് മൊജ്തബ ജീവനോടെയുണ്ട് എന്നത് US-ഉം ഇസ്രായേലും ഇന്റലിജൻസും സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അതായത് ഉദ്യോഗസ്ഥർ തുടർച്ചയായി മൊജ്തബയുമായി കൂടിക്കാഴ്ചകൾക്കായി സമയം തേടുന്ന അടക്കമുള്ള വിവരങ്ങളാണ് ഇവരുടെ പക്കൽ ഉള്ളത്. മൊജ്തബ തന്നെയാണ് ഇപ്പോഴും സൈന്യത്തിനുള്ള ഉത്തരവുകൾ നൽകുന്നത് എന്നത് സംബന്ധിച്ച തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത്. പുതുവർഷത്തിൽ തൻ്റെ ഏതാനും ചിത്രങ്ങൾക്കൊപ്പം ഇറാൻ ജനതയ്ക്കായി ഒരു സന്ദേശം കൂടി മൊജ്തബ തൻ്റെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അടുത്ത കാലത്ത് എടുത്ത ചിത്രങ്ങളാണോ അവയെന്ന് CIE പരിശോധിച്ച് വരികയാണെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ കാരണങ്ങളാണ് മൊജ്തബ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്നാണ് നിഗമനം. ഏതാണ്ട് 4 ആഴ്ച യുദ്ധം 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മൊജ്തബ എവിടെയെന്നു കണ്ടുപിടിക്കാൻ കഴിയാതെ US-ഉം ഇസ്രായേലും വലയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. റഷ്യയിലൊക്കെ ആണെന്നാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിഗമനമുള്ളത്. പക്ഷേ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. സുരക്ഷയൊക്കെ പ്രമാണിച്ചാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. അജയ്, മൊജ്തബ ജീവനോടെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനി വളരെ കൃത്യമായി ആ ടാർഗറ്റിലേക്ക് പോവുക എന്നാണ് അടുത്ത ലക്ഷ്യം. കാരണം ഇറാന്റെ ഒരു നേതാവിനെയും ബാക്കി വെക്കില്ല എന്നാണല്ലോ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപനം. മുജ്തബ ജീവനോടെ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഗുരുതര പരിക്കുകളോടെ കോമയിൽ ചികിത്സയിലാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് ശേഷം മുജ്തബ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം എഴുതി കൊടുത്ത് ഇറാന്റെ ദേശീയ മാധ്യമം വഴി പുറത്തു വന്നിട്ടുള്ള ചില പ്രസ്താവനകൾ മാത്രമാണ്. അതല്ലാതെ അദ്ദേഹം നേരിട്ട് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. ഇതിനൊരു ശബ്ദ സംഭാഷണം പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോ ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഒന്നുകിൽ കൊല്ലപ്പെട്ടിരിക്കാം, അത് ഇറാൻ ആർമി ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ പ്രസ്താവനകൾ അടിച്ചിറക്കുന്നതായിരിക്കാം എന്നുള്ള ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാനാകാത്ത വിധം കോമയിൽ ചികിത്സയിലായിരിക്കാം എന്നുള്ള അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ US-ന്റെ നിഗമനം അനുസരിച്ച് മുജ്തബ
മുസ്തഫ ഖമനൈ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഈ സൈനികർക്കുൾപ്പെടെ IRGC അടക്കം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് മുസ്തഫ ഖമനൈ ആണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹം എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരിക്കും അവർ പ്രധാനമായിട്ടും നീങ്ങുക. പ്രധാനമായിട്ടും ഇപ്പോ നിലവിലുള്ള ഒരു നിഗമനം അനുസരിച്ച് മുസ്തഫ ഖമനൈ പല സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാകാം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താത്തത് എന്നാണ് ഒരു വ്യാപകമായിട്ടുള്ള ഒരു സംസാരം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയാണെങ്കിൽ ഇപ്പോ CIA അല്ലെങ്കിൽ ഇറാന്റെ മൊസാദിന്റെ ചാരസംഘടനകൾ വഴി ഇദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്തി അവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുകയും അതുവഴി അദ്ദേഹത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം എത്താതെ ഇപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ തന്നെ തുടരുന്നത് എന്നാണ് US-ന്റെ ഒരു നിഗമനം. മുസ്തഫ അടുത്ത ടാർഗറ്റാണ്, സംശയമില്ല. ഇറാൻ, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതിലേക്ക് എത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അജയ് സുധാ ബിജു ആണ് വിശദമായി തന്നെ പശ്ചിമേഷ്യയിലെ വിവിധ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്.